രാജ്യത്തെ ആദ്യത്തെ കൾച്ചറൽ കോൺഗ്രസിന് കൊച്ചിയിൽ സമാപനമായി. ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊച്ചിക്ക് പകർന്നു നൽകിയ 3 ദിനങ്ങളാണ് കടന്നുപോയത്. എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം മലയാളത്തിന്റെ പ്രിയ താരം മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്കാരത്തെ ഉണർത്താനാണ് കൾച്ചറൽ കോൺഗ്രസ് എന്ന് മമ്മൂട്ടി പറഞ്ഞു. മാത്രം ആരംഭിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കൾച്ചറൽ കോൺഗ്രസ്. ഇത് പല സംസ്കാരങ്ങളുടെ സംഗമവേദിയാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ആകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിഭാഗങ്ങളിലുമുള്ള സംസ്കാരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു കൂടിച്ചേരലാണ്, ഒരു സംഗമമാണ്. വിദ്യാഭ്യാസം സംസ്കാരവുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ സംസ്കാരം ഉണ്ടാകൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ അനുഭവം അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സാംസ്കാരിക ബോധം വളർത്താനുമല്ല, നമ്മുടെ സാംസ്കാരിക ബോധത്തെ ഉണർത്താനുമല്ല, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നതോ നമ്മൾ കാണാതെ പോകുന്നതോ നമ്മൾ മറന്നു പോകുന്നതുമായി ഒരുപാട് സാംസ്കാരികതയുണ്ട് നമുക്ക്. അത് ഉണർത്താനും ഓർമ്മപ്പെടുത്താനും വേണ്ടിയായിരിക്കണം സർക്കാർ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. തിയോഫിൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, 3 ദിവസം നീണ്ടുനിന്ന കൾച്ചറൽ കോൺഗ്രസിന് കൊച്ചിയിൽ സമാപനമായിരിക്കുന്നു. വിവരങ്ങളിലേക്ക്. ഒട്ടേറെ സാംസ്കാരിക വൈവിധ്യങ്ങൾ കൊച്ചിക്ക് പകർന്നു നൽകിയ കൾച്ചറൽ കോൺഗ്രസിനാണ് സമാപനമായത്. 3 ദിവസം ഈ കൾച്ചറൽ കോൺഗ്രസ് നീണ്ടുനിന്നു. സമാപന സമ്മേളനം മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ ഉണർത്താനായിരിക്കണം ഈ കൾച്ചറൽ കോൺഗ്രസ്. ഇതുകൂടാതെ നമ്മുടെ ഉള്ളിലെ നന്മയും തിന്മയും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അതിൽ നന്മയ്ക്ക് വിജയമായിരിക്കട്ടെ എന്ന ആശംസയും അദ്ദേഹം പങ്കുവച്ചു. കേരളത്തിൽ മാത്രം ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ് ഈ കൾച്ചറൽ കോൺഗ്രസ് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷത്തെ ഇനി നടക്കാനിരിക്കുന്ന 2026 നടക്കാനിരിക്കുന്ന കൾച്ചറൽ കോൺഗ്രസിൻ്റെ ലോഗോ പ്രകാശനവും മമ്മൂട്ടി ഈ വേദിയിൽ വെച്ച് നിർവഹിച്ചു. പ്രിയനടൻ മമ്മൂട്ടിക്ക് ഈ കൾച്ചറൽ കോൺഗ്രസ് സംഘാടക സമിതിയുടെ ആദരം മന്ത്രി പി രാജീവ് അർപ്പിക്കുകയും ചെയ്തു. ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ എം അനിൽകുമാർ ഈ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഒട്ടേറെ പ്രമുഖർ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ളവരും മറ്റ് ദക്ഷിണേന്ത്യൻ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിദേശത്തു നിന്നുൾപ്പെടെയുള്ള ഒരുപാട് പ്രതിനിധികൾ ഈ 3 ദിവസമായി നടന്ന വിവിധ ഈ ചർച്ചകളിലും സംവാദങ്ങളിലുമൊക്കെ പങ്കെടുത്തു. ഒട്ടേറെ സാഹിത്യവും ചർച്ചയും ഡിബേറ്റുകളുമൊക്കെ ഈ 3 ദിവസങ്ങളിലായി നടന്ന ഒട്ടനവധി പരിപാടികളാണ്. 8ഓളം വേദികളിലായാണ് ഈ പരിപാടികൾ നടന്നത്. ഇതിലെല്ലാം ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി തന്നെയാണ് ഇത്തരത്തിലൊരു കൾച്ചറൽ കോൺഗ്രസ് നടക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇതൊരു മാതൃകയായി മാറുകയാണ്. വരും വർഷങ്ങളിൽ, തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം കേരളത്തിൽ ഈ കൾച്ചറൽ കോൺഗ്രസ് നടത്താനുള്ളൊരു തീരുമാനത്തിലാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സാംസ്കാരിക വകുപ്പ് നടത്തുകയും ചെയ്യും. ഇതുകൂടാതെ തന്നെ ഇതൊരു മാതൃകയായി മാറി ഇനി വരും വർഷങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കൾച്ചറൽ കോൺഗ്രസ് രൂപപ്പെട്ടു വരും എന്ന ഒരു പ്രതീക്ഷ കൂടി സംഘാടകർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും വലിയ ഒരു സാംസ്കാരിക രംഗത്തുള്ളൊരു മുന്നേറ്റം, ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ ഒരു ഉണർവുണ്ടാക്കാൻ ഈ കൾച്ചറൽ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് എടുത്തു പറയേണ്ടത്. 20-ാം തീയതിയാണ് കൾച്ചറൽ കോൺഗ്രസ് ആരംഭിച്ചത്. 20-ാം തീയതി രാവിലെ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൾച്ചറൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം 20, 21, 22 തീയതികളിൽ 3 ദിവസവും പൂർണ്ണമായി തന്നെ ഈ 8ഓളം വേദികളിൽ കൾച്ചറൽ കോൺഗ്രസിൻ്റെ വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ നടന്നു. നിരവധി സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിലേക്ക് ഈ ദിവസങ്ങളിൽ ഒഴുകിയെത്തുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും അതൊരു വേറിട്ട അനുഭവമായി മാറുകയും ചെയ്തിരുന്നു.